ഇപ്പൊ ഡീപ് സീക്ക് ആണല്ലോ എല്ലായിടത്തും സംസാര വിഷയം. ഓപ്പൺഎഐയുടെ ChatGPTക്ക് ഒത്തെതിരാളി ചൈന പുറത്തിറക്കിയ പുതിയ AI അല്ലേ ഡീപ് സീക്ക്. പുറത്തിറങ്ങി 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഡീപ് സീക്ക് ആപ്പ് സ്റ്റോറിൽ ChatGPT പിന്തള്ളി. US ആപ്പ് സ്റ്റോറിൽ ഇപ്പൊ ഏറ്റവും മികച്ച റേറ്റിംഗ് ഉള്ള സൗജന്യ ആപ്ലിക്കേഷനാണ് ഡീപ് സീക്ക്. അപ്പൊ ഇതിന് പേയ്മെന്റ് ഒന്നും ഇല്ലേ? ഇല്ല, നമ്മൾ ChatGPTയിൽ $20 പെർ മന്തിന് കിട്ടുന്ന സേവനങ്ങളൊക്കെ ഡീപ് സീക്കിൽ ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ ChatGPTയേക്കാൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് വിവരങ്ങൾ. അപ്പൊ ഇതിന്റെ നിർമ്മാണ ചെലവൊക്കെ എന്തോരായി കാണും? $5.58 മില്യൺ വെറും 2 മാസം കൊണ്ടാണ് ഡീപ് സീക്ക് നിർമ്മിച്ചതെന്നാണ് ചൈനയുടെ അവകാശവാദം. ChatGPT-4 മോഡലിനെ ട്രെയിൻ ചെയ്യാൻ OpenAI മുടക്കിയത് $100 മില്യൺ, അതായത് 863 കോടി രൂപയാണ്. ഡീപ് സീക്കിന് പിന്നാലെ ഡീപ് സീക്ക് R1 എന്നുള്ളൊരു പുതിയ മോഡലും ചൈന ജനുവരി പുറത്തിറക്കിയിരുന്നു. കോഡിങ്ങിലെ ബഗ് കണ്ടെത്തുക, മാത്സ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുക തുടങ്ങിയവയിലൊക്കെ മികച്ച പെർഫോമൻസ് ആണ് ഡീപ് സീക്ക് കാഴ്ചവെക്കുന്നതെന്നാണ് വിദഗ്ധരൊക്കെ പറയുന്നത്. അപ്പൊ ഡീപ് സീക്കിന്റെ R1 ChatGPTക്ക് ഒരു എതിരാളിയാണ്. ഇപ്പൊ ആളുകളെല്ലാം ChatGPT ഉപേക്ഷിച്ച് ഡീപ് സീക്കിലേക്ക് മാറിയപ്പോഴത്തേക്ക് ഓഹരിയിൽ വന്നിടിവ് സംഭവിച്ചു അല്ലേ? അതൊരു സത്യം. പ്രമുഖ ചിപ്പ് നിർമ്മാതാക്കളായ NVIDIAയുടെ ഓഹരി മൂല്യത്തിന് തിങ്കളാഴ്ച 17%, അതായത് $593 ബില്യൺ ഇടിവാണ് ഉണ്ടായത്. US ചരിത്രത്തിലെ ഒരു പൊതു കമ്പനിക്ക് ഒരു ദിവസം ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഇടിവാണിത്. NVIDIAയിൽ മാത്രം ഒതുങ്ങുന്നല്ലേ വീഴ്ച. മൈക്രോസോഫ്റ്റ്, ആൽഫബറ്റ്, ഡെൽ ടെക്നോളജീസ് തുടങ്ങിയ വമ്പന്മാർക്കൊക്കെ തിരിച്ചടിയേറ്റിട്ടുണ്ട്. പിന്നെ ചൈനീസ് സ്റ്റാർട്ടപ്പ് കമ്പനിയായ ഡീപ് സീക്കിന്റെ ഉയർച്ചയെ US ടെക് വ്യവസായത്തിന് ഒരു വേക്കപ്പ് കോളായിട്ട് കണ്ടാൽ മതിയെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്.